ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതിസിസ്. നമ്മൾ ടെസ്റ്റിംഗ് ഹൈപ്പോസിൻ്റെ കുറച്ച് തിയറി പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യും. നൾ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോതിസിസ് ഇതാണ് H0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇത് നൾ ഹൈപ്പോതിസിസ് എ ഡിഫാൾട്ട് അസംപ്ഷൻ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ ഓർ വേരിയബിൾ. നൾ ഹൈപ്പോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഡീഫാൾട്ട് അസംപ്ഷനാണ്. പോപ്പുലേഷൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് അസംപ്ഷൻ, അല്ലെങ്കിൽ വേരിയബിൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ് അസംപ്ഷൻ. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, ദ മീൻ വെയ്റ്റ് ഓഫ് ആപ്പിൾ പ്രൊഡ്യൂസ്ഡ് ബൈ ടു ഡിഫറെൻറ്റ് ഫേംസ് ഈസ് ഈക്വൽ. രണ്ട് കമ്പനിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ മീൻ വെയ്റ്റ് ഈക്വൽ ആണെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ നൾ ഹൈപ്പോസിസ് അറിയാം. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ടു ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഇൻ ട്രീറ്റിംഗ് ഡിസീസ്. രണ്ട് ഡ്രഗ്സും ട്രീറ്റിംഗ് ഡിസീസിന് ഒരേപോലെയാണ്, ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം നൾ ഹൈപ്പോസിസ് അതാണ്. ഇനി ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസോ, ഇതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഹൈപ്പോസിസാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ്. അത് H1 ആയിരിക്കും. ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് 3 തരത്തിലെടുക്കാം. ഫോർ എക്സാമ്പിൾ, ദ മീൻ വെയ്റ്റ് ഓഫ് ആപ്പിൾ പ്രൊഡ്യൂസ്ഡ് ബൈ ടു ഡിഫറെൻറ്റ് ഫേം ഈസ് നോട്ട് ഈക്വൽ. രണ്ടും ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ മീൻ വെയ്റ്റ് ഈക്വൽ അല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതിനെ നമ്മൾ ടു ടെയിൽ ടെസ്റ്റ് എന്നാണ് പറയുക. അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ രണ്ട് സൈഡിലും ഉണ്ടാവും. ക്രിട്ടിക്കൽ റീജിയൻ H1 രണ്ടും ഡിഫറെൻറ്റ്. ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ആദ്യത്തെ ആപ്പിളിൻ്റെ മീൻ വെയ്റ്റ് കുറവാണെന്ന് എടുക്കാം. രണ്ടും ഡിഫറൻസ് അല്ല. ആദ്യത്തെ ആപ്പിളിൻ്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ മീൻ വെയ്റ്റ് കുറവാണെന്ന് എടുക്കാം. അപ്പം അത് ലെഫ്റ്റിൽ മാത്രമേ ക്രിട്ടിക്കൽ റീജിയൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മൂന്നാമതൊരു തരത്തിലെടുക്കാം, നമുക്ക് ആദ്യത്തെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ മീൻ വെയ്റ്റ് കൂടുതലാണെന്ന് എടുക്കാം. അപ്പം അതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ റൈറ്റ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ടു ടെയിൽ ടെസ്റ്റ്, ഇത് ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ്, ഇത് റൈറ്റ് ടെയിൽ ടെസ്റ്റ്. 3 തരത്തിലാണ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് നമ്മളിവിടെ പറഞ്ഞു. നൾ ഹൈപ്പോസിസിന് എഗനിസ്റ്റ് ആയിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് H1. ഇല്ലെങ്കിൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗിൻ്റെ കാര്യത്തിലാണ് ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ഇഫക്റ്റീവ്നെസ് ഓഫ് ടു ഡിഫറെൻറ്റ് ഡ്രഗ്സ് ഇൻ ട്രീറ്റിംഗ് ഡിസീസ്. രണ്ട് ഡ്രഗും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഡ്രഗാണ് നല്ലതെന്ന് എടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ ഡ്രഗാണ് മോശം എന്നും എടുക്കാം. അപ്പോൾ 2 തരത്തിൽ നമുക്ക് 3 തരത്തിലെടുക്കാം ഓൾട്ടർനേറ്റ് ഹൈപ്പോസിസ്. ഓക്കെ. അപ്പം നൾ ഹൈപ്പോസിസ് H0, ഓൾട്ടർനേറ്റ് H1. പി വാല്യൂ എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഈ പി വാല്യൂ ഈസ് ലെസ് ദാൻ സിഗ്നിഫിക്കൻറ്റ് ലെവൽ. സിഗ്നിഫിക്കൻറ്റ് ലെവൽ എപ്പോഴും നമ്മൾ 0.05 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 0.1 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 0.001 ആയിട്ടും എടുക്കാം. ഓക്കെ. 3 തരത്തിൽ നമുക്ക് പലതരത്തിലും എടുക്കാം. ഓക്കെ. നമ്മൾ 0.05 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പി വാല്യൂ ലെസ് ദാൻ സിഗ്നിഫിക്കൻറ്റ് ലെവൽ, പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യും. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യും. If p value is greater than significant level, we fail to reject the null hypothesis. നമ്മൾ റിജക്റ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യും. അപ്പം ആക്സെപ്റ്റ് ചെയ്യും. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്യും. പി വാല്യൂ ലെസ് ദാൻ ആൽഫ ആണെങ്കിൽ റിജക്റ്റ് ദ നൾ ഹൈപ്പോസിസ്. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാണ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഈ പ്രോബ്ലത്തിന് പറയുന്നത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. സപ്പോസ് വി വാണ്ട് ടു ടെസ്റ്റ് വെദർ 6-sided ഡൈ ഈസ് ഫെയർ. 6 വശമുള്ള ഡൈ ഫെയർ ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ 6 വശമുള്ള ഡൈ 120 ടൈംസ് റോൾ ചെയ്യും. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഫേസും എത്ര പ്രാവശ്യം വന്നെന്ന് നോക്കും. ആദ്യത്തെ ഫേസ് 18 പ്രാവശ്യം കിട്ടി, രണ്ടാമത്തെ ഫേസ് 22 പ്രാവശ്യം, മൂന്നാമത്തെ ഫേസ് 20 പ്രാവശ്യം, നാലാമത്തെ ഫേസ് 25 പ്രാവശ്യം, അഞ്ചാമത്തെ ഫേസ് 16 പ്രാവശ്യം, ആറാമത്തെ ഫേസ് 19 പ്രാവശ്യം കിട്ടി. 19 ടൈംസാണ് കിട്ടിയത്. ആദ്യം നമ്മൾ ഈ ഡൈ ടോസ് ചെയ്തു 120 പ്രാവശ്യം. അപ്പോൾ കിട്ടിയത് ഇങ്ങനെ റീഡ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഇനി നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ അസംഷൻ ഈ ഡൈ ഫെയർ ഡൈ ആണെന്നാണ് അസംഷൻ ഫെയർ ഡൈ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 120 പ്രാവശ്യം ഈ ഫെയർ ഡൈ ടോസ് ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്രീക്വൻസീസ് തുല്യമായിരിക്കും എല്ലാ സൈഡും. അപ്പം phase 1 20 പ്രാവശ്യം, phase 2 20 പ്രാവശ്യം, phase 3, phase 4, phase 5, phase 6 എല്ലാം ഈക്വൽ പ്രാവശ്യമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ chi-square വാല്യൂ കാണണം. then we calculate the chi-square status by summing up the square difference between the observed and expected values divided by the expected values. നമ്മൾ chi-square സ്റ്റാറ്റിസ്റ്റിക് കാണണം. chi-square സ്റ്റാറ്റിസ്റ്റിക് ആണ് കാണാൻ പോകുന്നത്. അതിന് chi-square വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യത്തെ എത്രയാ 18 നിന്ന് 20 18 മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ 20. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓരോന്നും നമ്മൾ കുറച്ചിട്ട് കണ്ടുപിടിക്കും അതിൻ്റെ സ്ക്വയർ. രണ്ടാമത്തേത് 22 നിന്ന് ഇതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഇത് എക്സ്പെക്റ്റഡ് 22 മൈനസ് 20 സ്ക്വയർ ഡിവൈഡ് ബൈ 20. മൂന്നാമത്തെ 20 മൈനസ് 20 സ്ക്വയർ ഡിവൈഡ് ബൈ 20. അങ്ങനെ അടുത്തത് 25 മൈനസ് 20 സ്ക്വയർ ഡിവൈഡ് ബൈ 20. അടുത്തത് 16 മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 20. അടുത്തത് 19 മൈനസ് 20 സ്ക്വയർ ഡിവൈഡ് ബൈ 20. ഇത് കിട്ടും. അപ്പോൾ chi-square വാല്യൂ ഇതാണ് 2.5. chi-square വാല്യൂ 2.5. ഇതിനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. 2.5 കിട്ടി. ദെൻ നമ്മൾ പി വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ടേബിളിൽ നിന്ന്. ഫൈനലി വി കാൽക്കുലേറ്റ് പി വാല്യൂ അസോസിയേറ്റ് വിത്ത് chi-square സ്റ്റാറ്റിസ്റ്റിക് യൂസിങ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. 5 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. കാരണം ഇവിടെ 6 ഫേസ് ആണ് 120 പ്രാവശ്യം ടോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 5 ഫേസ് എത്ര പ്രാവശ്യം വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6ാമത്തെ ഫേസ് എത്ര പ്രാവശ്യം വന്ന് കണ്ടുപിടിക്കാം. അതുകൊണ്ട് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡമാണ് കാണുക. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ്. നമുക്ക് കാണേണ്ടത് പി വാല്യൂ എന്ന് പറയുന്നത് പി വാല്യൂ പി chi-square ഗ്രേറ്റർ ദാൻ 2.5 അറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. chi-square ഗ്രേറ്റർ ദാൻ 2.5 വിത്ത് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. അത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ടേബിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വരും 0.776 എന്ന് കിട്ടും. ഇപ്പം പി വാല്യൂ 0.776 ആണ്. അപ്പം ഈ 0.7 നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 0.05 ആണ്. അപ്പം പി വാല്യൂ എത്രയാണ്? പി വാല്യൂ ഗ്രേറ്റർ ദാൻ 0.06 ആണ് പി വാല്യൂ. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യാൻ പറ്റൂല, ആക്സെപ്റ്റ് ചെയ്തു. വി ഫെയിൽ ടു റിജക്ട് ദ നൾ ഹൈപ്പോസിസ്. ദാറ്റ് ഡൈ ഈസ് ഫെയർ. ഡൈ ഫെയർ ആണെന്നുള്ള നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഈ ഡൈ നല്ല ഡൈ, ഫെയർ ഡൈ ആണ്. നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും ഈ ഡൈ ഫെയർ ആണെന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. ദ ഡൈ ഈസ് ഫെയർ. നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയി. പി വാല്യൂ ഗ്രേറ്റർ ദാൻ ആൽഫ ആയതുകൊണ്ട് നൾ ഹൈപ്പോസിസ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നൾ ഹൈപ്പോസിസ് ആക്സെപ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പൈത്തൺ പ്രോഗ്രാമാണ് chi-square ടെസ്റ്റിൻ്റെ. ഇമ്പോർട്ട് numpy as nb ഫ്രം scibye.stats import chi-square. അതാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ലെവൽ ഫിക്സ് ചെയ്യണം. അതിന് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എഴുതുകയാണ്. സിഗ്നിഫിക്കൻറ്റ് ലെവൽ ആൽഫ എഴുതണം. ആൽഫ ഈക്വൽ ടു ഫ്ലോട്ട് 0.05. ദെൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എഴുതണം. ഒബ്സർവ്ഡ് ഈക്വൽ ടു nb.array. നമുക്ക് ഡൈ ടോസ് ചെയ്തപ്പോൾ കിട്ടിയതൊക്കെ എഴുതുക. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, എക്സ്പെക്റ്റഡ് എന്നുള്ളത് nb.array, അതെല്ലാം എഴുതുക. ഇതാണ്. ദെൻ പെർഫോം chi-square ടെസ്റ്റ്. ഇതിന് എഴുതേണ്ട chi-square.p, chi-square, p. ഇതാണ് അടുത്ത കോഡ്. അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ്
കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്, കൈ സ്ക്വയർ അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കൈ സ്ക്വയർ ഇട്ട് 2.5 എന്ന് കിട്ടും. ദെൻ പ്രിന്റ് പി വാല്യൂ, പി വാല്യൂ പ്രിന്റ് ചെയ്യും. ഇത് നമുക്ക് നേരത്തെ കിട്ടി പ്രോബ്ലം ചെയ്തപ്പോൾ. എന്നിട്ട് അസംഷൻ, നമുക്ക് കൺക്ലൂഷനാണ്. ഇഫ് പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്യും, പി ഗ്രേറ്റർ ദാൻ ആൽഫ ആണെങ്കിൽ. പി അല്ലെങ്കിൽ പി ലെസ് ദാൻ നൾ ഹൈപ്പോസ് റിജക്റ്റ് ചെയ്യും. നമ്മളിവിടെ നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്യുക ചെയ്ത് പി ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. ഇതാണ് പി ഗ്രേറ്റർ ദാൻ 0.05 ആയതുകൊണ്ട് നൾ ഹൈപ്പോസ് ആക്സെപ്റ്റ് ചെയ്തു. നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റഡ്. അതാണ് കോഡ്. ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇത് ദെൻ ഇത് ഓക്കെ.